ഹലോ ഫ്രണ്ട്സ്, ആമിയുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആമിക്ക് വേണ്ടിയിട്ട് കമൻട്രി പറയുന്നത് ആമിയുടെ അച്ഛനാണ്. ആമിക്ക് കുറേ കാലമായിട്ടുള്ള ആഗ്രഹമാണ് ബീച്ച് കാണാൻ പോകണം. അപ്പോൾ ഇപ്പം നമ്മുടെ അടുത്ത് കഴിയുമ്പുറത്ത് ബീച്ച് ഫെസ്റ്റിവൽ നടക്കുന്നുണ്ട് ന്യൂ ഇയർ ആയിട്ട്. അപ്പോൾ പിന്നെ കഴിയുമ്പുറം ബീച്ച് ഫെസ്റ്റിവൽ ഒന്ന് കാണാൻ പോകാമല്ലോ എന്ന് വിചാരിച്ച് നേരെ കഴിയുമ്പുറത്തേക്ക് വിട്ടു. അവിടെ ചെന്ന് ബീച്ചിൻ്റെ ആംബിയൻസും ബീച്ച് ഫെസ്റ്റിവലിൻ്റെ ലൈറ്റിങ്ങൊക്കെ കണ്ടപ്പോൾ ആമി ആകെ എക്സൈറ്റായി. ഞങ്ങളുടെ കൈയൊക്കെ പിടിച്ച് ഓടുന്നു. അങ്ങനെ ഓടി ആൾ നേരെ ചെന്നെത്തിയത് കുട്ടികളുടെ പ്ലേ സെക്ഷനിലാണ്. പ്ലേ സെക്ഷൻ്റെ ഗേറ്റൊക്കെ കടന്ന് പോകുന്നതാണ്. അങ്ങനെ പോയി അതാ മൂണ്ട് കിടക്കണേലേക്കാണ് പോക്കാളുടെ. അങ്ങനെ പോയി അതിൽ കുറച്ച് നേരം അതിൽ കളിച്ചു. എൻ്റെ ഉള്ളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ ചാടി. അങ്ങനെ അത് ചാടി കഴിഞ്ഞപ്പോൾ ആൾക്ക് അടുത്ത സെക്ഷനിലേക്ക് സ്വിച്ച് ചെയ്യാന്നുള്ള ആഗ്രഹമായി. അപ്പോൾ സ്ലൈഡിൽ പോയി ഇഴുകണമെന്ന് പറഞ്ഞ് അങ്ങനെ പോയി സ്ലൈഡിൽ പോയിട്ട് ഇഴുകണ സീനാണ് ഈ കാണുന്നത്. ഇങ്ങനത്തെ അഡ്വഞ്ചറൊക്കെ ആമിക്ക് ഒരുപാട് ഇഷ്ടമാണ്. അത് കഴിഞ്ഞിട്ട് ഏതോ കറങ്ങണ ഒരു ഊഞ്ഞാലിൽ കയറി. അത് കറക്കാൻ വേണ്ടി ഏതൊരു കുട്ടിയും ഹെൽപ്പ് ചെയ്തു. അപ്പോൾ അതുകൊണ്ട് അത് സുഖമായി കറങ്ങണ സീനാണ് ഈ കാണുന്നത്. അത് കഴിഞ്ഞ് ഞങ്ങൾ പതുക്കെ ബീച്ചിലേക്ക് നീങ്ങണം. അപ്പോൾ ബീച്ചിലേക്ക് നീങ്ങണ വഴിയിൽ തന്നെ ഒരു വാച്ച് ടവറുണ്ട്. അപ്പോൾ മുന്നേക്ക് പോകുമ്പോൾ ഞങ്ങളവിടെ കയറാറുണ്ട്. അപ്പോൾ ആമിക്കത് കയറാൻ ഭയങ്കര ഇഷ്ടമാണ്. ആൾ ഹാൻഡ് റെയിലൊക്കെ പിടിച്ച് കയറി പോണ സീനാണ് ഈ കാണും. അങ്ങനെ ആൾ കഷ്ടപ്പെട്ട് ഹാൻഡ് റെയിലൊക്കെ പിടിച്ച് ആ വാച്ച് ടവർ കയറി അതാ മുകളെത്താറായിട്ടുണ്ട്. അങ്ങനെ കയറി മുകളിലെത്തിയിട്ടുണ്ട്. മുകളിലെത്തി കഴിഞ്ഞാൽ പിന്നെ ആളൊരു പതിവ് സന്തോഷ പ്രകടനമുണ്ട്, തുള്ളിച്ചാടൽ. അതും കഴിഞ്ഞ് താഴത്തുള്ള ബീച്ച് നോക്കണം. അപ്പോൾ ബീച്ച് ഫെസ്റ്റിവലിൻ്റെ ലൈറ്റൊക്കെ തെളിഞ്ഞിട്ടുണ്ട്. ഏകദേശം ഒരു 5:30-6 മണി ആവാറായിട്ടുണ്ടായിരുന്നു ടൈം. ആ സീനാണ് ഈ കാണുന്നത്. അത് കഴിഞ്ഞ് ഞങ്ങൾ പതുക്കെ ബീച്ചിലേക്ക് പോയി. ബീച്ചിൽ അത്തേരെയും മോളൊക്കെ കണ്ടപ്പോൾ ആൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റായി. അങ്ങനെ നേരെ ഓടിപ്പോണ സീനാണ്. ഓടിപ്പോയാലും ആൾ കടലിൻ്റെ ഉള്ളിലേക്ക് അധികം ഇറങ്ങിപ്പോവില്ല. അങ്ങനെ ഓടിപ്പോയാൽ ആൾ കടലിൻ്റെ ഉള്ളിലേക്ക് അധികം പോവില്ല. തിര വരണ വരെ പോയിട്ട് പിന്നെ അവിടെ നിന്ന് തിര വരുമ്പോൾ തിരയോടൊപ്പം റിട്ടേൺ വരും. അതാണ് ആളുടെ സ്ഥിരം കളി. പിന്നെ വെള്ളത്തിൽ കുറേ ചാടി കളിക്കും. ആ പോയ വഴിക്ക് ഒരു ആരോ ഭക്ഷണം കഴിച്ച് വലിച്ചതിനൊരു പ്ലേറ്റ് കിട്ടി. അപ്പം അതും കൊണ്ട് അതിൽ മണ്ണ് നിറയ്ക്കുന്ന സീനാണ്. കുറച്ച് നേരം അത് മണ്ണ് നിറച്ച് കളിച്ചു. അത് കഴിഞ്ഞപ്പോൾ പിന്നെ ബോറടിച്ചപ്പോൾ ആൾ വീണ്ടും കടലിലേക്ക് ഇറങ്ങി. അപ്പോഴേക്കും നല്ല ലൈറ്റിങ്ങൊക്കെ പോയി ഒരു പ്രത്യേക കളറായിട്ടുണ്ടായിരുന്നു, ഒരു യെല്ലോയിഷ് കളറായിട്ടുണ്ടായിരുന്നു. അങ്ങനെ വെള്ളത്തിൽ കുറേ നേരം ചാടി മറിഞ്ഞു ആൾക്ക്. പിന്നെ സ്ഥിരം വെള്ളം കണ്ടു കഴിഞ്ഞ സ്റ്റെപ്പ് ഉണ്ട്, 2 കാലും പൊക്കിയുള്ള സ്റ്റെപ്പ്. അങ്ങനെയാണ് സ്ഥിരം കളിക്കാറ്. അപ്പോൾ ആ സ്റ്റെപ്പ് ഇട്ട് കുറേ നേരം കളിക്കും. അവൾക്ക് കടലിൽ പോയാൽ മതിയാവണ വരെ കളിക്കണം. ഒരു കുറച്ച് നേരമൊക്കെ കളിച്ച് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവൾ കരയും. അപ്പോൾ നമ്മൾ മാക്സിമം ടൈം കളിപ്പിക്കും. ആമി ക്രിസ്മസ് സെലിബ്രേഷന് സ്കൂളിൽ കളിച്ച ലോക്കയുടെ സ്റ്റെപ്പൊക്കെ ഇട്ട് തുള്ളിച്ചാറുണ്ടായിരുന്നു. ആ സ്റ്റെപ്പാണ് തൊട്ട് മുന്നേ കണ്ടത്.
മാറ്റാനുള്ള ശ്രമത്തിലാണ്. അങ്ങനെ കറക്കലും കളിക്ക് കഴിഞ്ഞപ്പോൾ അവൻ്റെ ഡ്രസ്സൊക്കെ ആകെ നനഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഡ്രസ്സൊക്കെ മാറ്റി അതൊക്കെ ബീച്ച് ഫെസ്റ്റിവലിൻ്റെ പരിപാടികൾ കാണാമെന്ന് വെച്ച് ഞങ്ങൾ അതൊക്കെ പരിപാടികൾ നടക്കുന്ന സ്ഥലത്തേക്ക് പോവാണ്. അപ്പോൾ അവിടെ ഞങ്ങളെ എതിരേറ്റത് വലിയൊരു ക്രിസ്മസ് പപ്പാനെയാണ് ന്യൂ ഇയറിന് കത്തിക്കാനുള്ളതാണത്. അത് കഴിഞ്ഞപ്പോൾ എനിക്ക് കുറച്ച് കളിപ്പാട്ടങ്ങൾ വേണമെന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ പോയി കുറച്ച് കളിപ്പാട്ടങ്ങളൊക്കെ മേടിച്ച് എനിക്ക് വിശക്കണമെന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ പൊട്ടാറ്റോ റോള് മേടിക്കാമെന്ന് പറഞ്ഞു. നേരെ പൊട്ടാറ്റോ റോള് മേടിച്ചു. പൊട്ടാറ്റോ റോളൊക്കെ മേടിച്ച് അതൊക്കെ ചൂടാറ്റി കഴിച്ച് ഞങ്ങൾ പരിപാടി നടക്കുന്ന സ്ഥലത്ത് പോയി. അപ്പോൾ അവിടെ പരിപാടി ഒന്നും തുടങ്ങിയിട്ടില്ലായിരുന്നു. ആകെ ആളൊഴിഞ്ഞ ഫുട്ബോൾ ഗ്രൗണ്ട് പോലെയാണ്. അവിടെ ഇവിടെയായിട്ട് കുറച്ച് പേരുള്ളൂ. അപ്പോൾ അവിടെ ഞാൻ നോക്കിയപ്പോൾ കുറച്ച് കുട്ടികൾ അവിടെ നിന്ന് മണൽ വാരി കളിക്കുന്നുണ്ടായിരുന്നു. ആമി അത് കുറച്ച് നേരം നോക്കിയിരുന്നപ്പോൾ ആമിക്കും ഇൻട്രസ്റ്റായി. ആമി പരിചയമില്ലാത്ത കുട്ടികളുടെ കൂടെ പോയി കളിക്കില്ല. അപ്പോൾ ആളെന്ത് ചെയ്തു, സൈഡിൽ തന്നെ ഒരു കുറച്ച് മണലൊക്കെ വാരി കോനിയൊക്കെ കൂട്ടി അതിലിരുന്ന് കളി തുടങ്ങി. അപ്പോൾ ഞങ്ങൾക്കും ഇതൊക്കെ കണ്ടപ്പോൾ ഞങ്ങൾക്കും ഒരു നേരം പോയി ഞങ്ങളും അതൊക്കെ ആസ്വദിച്ച് ആ ബീച്ചിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ പതുക്കെ അവിടെ പരിപാടി തുടങ്ങുന്നതിൻ്റെ അനൗൺസ്മെൻ്റൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ പാലവാസിൻ്റെ പരിപാടി തുടങ്ങി. നല്ല ക്ലാസ് പരിപാടിയാണ്. പാട്ടൊക്കെ കേട്ട് കഴിഞ്ഞാൽ നല്ല രസമാണ്. അപ്പോൾ അത് നാടൻ പാട്ട് കാണാൻ പോയിപ്പോൾ കുറച്ച് സ്റ്റെപ്പുകളൊക്കെ കണ്ടു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആട് പതുക്കെ ഓരോരോ സ്റ്റെപ്പുകൾ ഇട്ട് തുടങ്ങി. അങ്ങനെ അകലൊന്ന് സ്റ്റെപ്പുകളൊക്കെ കണ്ടു തുടങ്ങിയപ്പോൾ രണ്ടുപേർ തടസ്സമായി നിൽക്കണമെന്ന് ഞങ്ങൾ അവിടെ ഇരിക്കുമ്പോൾ ഞങ്ങൾക്ക് കറക്റ്റായി കാണണ്ടായില്ല. അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞു നമുക്ക് കുറച്ചും കൂടി ക്ലോസ് ആയി പോയി വാച്ച് ചെയ്യാം അവിടെ തെയ്യൊക്കെ വന്ന സമയത്ത്. അങ്ങനെ ഞങ്ങൾ നേരെ കുറച്ചുകൂടി ക്ലോസ് ആയിട്ട് പോയി നിന്ന് വീഡിയോ ഷൂട്ട് ചെയ്തു. അപ്പോൾ അവിടെ പാട്ടിൻ്റെ ഒപ്പം തെയ്യങ്ങൾ ചൂട് വയ്ക്കുന്നുണ്ട്. അതോടൊപ്പം വലിയൊരു തീയൊക്കെ ആയിട്ട് അത് കാണാൻ തന്നെ നല്ല രസമുള്ള ഒരു കാഴ്ചയാണ്. അതൊക്കെ കണ്ട് ഞാൻ വിചാരിച്ച ആമിക്കത് പേടിയാവുന്നുണ്ട്. പക്ഷെ ആമിക്കത് വലിയ പേടിയൊന്നും തോന്നില്ല. ആമി അതൊക്കെ കണ്ട് ആസ്വദിച്ചൊക്കെ ഉണ്ടായിരുന്നു. ഫസ്റ്റത്തെ പാട്ട് അവസാനിക്കാറായിട്ട് തെയ്യം സൈഡിലൂടെ പോയി ബാക്കിലോട്ട് പോണ സീനിൽ കാണുന്നു. അവിടെ പോയി തീയൊക്കെ കെടുത്തി. അങ്ങനെ ഫസ്റ്റത്തെ പാട്ട് കഴിഞ്ഞപ്പോൾ ആമിക്ക് റൈഡിൽ കയറണമെന്ന് പറഞ്ഞു. സൈഡിൽ റൈഡ് കണ്ടു. അങ്ങനെ അതിലൊരു ഡ്രാഗണിൻ്റെ റൈഡിൽ ആമി കയറുന്നു. ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാനും അങ്ങനത്തെ ഒരു റൈഡിൽ കയറുന്നു. ഞാനിന്ന് വരെ ഇങ്ങനത്തെ റൈഡിലൊന്നും കയറില്ല. നമുക്ക് സേഫ്റ്റി ഇല്ല. അങ്ങനത്തെ റൈഡ് റിസ്ക്കിയാണ്. ആമിൻ്റെ ഒരു ആഗ്രഹമെല്ലാം വെച്ച് കൂടെ കയറി. അങ്ങനെ ഒരു 2-3 വട്ടം കറങ്ങി. എത്ര ടൈമാണെന്നൊന്നും അറിയില്ല. പക്ഷെ ഒരുപാട് നേരം കറങ്ങാൻ എനിക്കെന്തോ ഒരു ഇൻട്രസ്റ്റ് തോന്നിയില്ല. ഒരു 2-3 വട്ടം കറങ്ങി എനിക്കതൊരുവിധം ആസ്വാദനമായിപ്പോൾ ഞാൻ പതുക്കെ നിർത്തിയിറങ്ങാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ നിർത്തി പതുക്കെ താഴത്തേക്ക് ഇറങ്ങി. രണ്ട് ഭാഗമായിട്ടാണ് ഷൂട്ട് ചെയ്തേക്കുന്നത്. ആദ്യം ഞങ്ങളുടെ വ്യൂ, പിന്നെ അതിൻ്റെ ഒരു ഫ്രണ്ട് വ്യൂ ആണ്. ഞാൻ തന്നെയാണ് ഷൂട്ട് ചെയ്തേക്കുന്നത്. അത് സ്റ്റിക്ക് വെച്ച് ഷൂട്ട് ചെയ്തതാണ്. അപ്പോൾ അതിൽ കറക്റ്റായി കിട്ടുമോയെന്ന് അറിയില്ല. നല്ലൊരു വിധം ഭംഗിയായിട്ടൊക്കെ ഷൂട്ട് ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. കിട്ടുന്ന പോലെയൊക്കെ. ഒന്നാമത് റൈഡിൽ ഇരുന്നുകൊണ്ട് ഷൂട്ട് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം അത് വളയുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും തെന്നിപ്പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ അതിൽ കമ്പിയിൽ കറക്റ്റായി കൈ പിടിച്ചിട്ട് വേണം ഇരിക്കാൻ. ഒരു കൈ കൊണ്ട് ഷൂട്ട് ചെയ്യും വേണം, ഒരു സൈഡിൽ ആമീനെ സപ്പോർട്ട് ചെയ്യും വേണം. അങ്ങനെ ഷൂട്ട് ചെയ്ത് ഒരു 3-4 റൗണ്ട് കറങ്ങി. അങ്ങനെ അതൊക്കെ കഴിഞ്ഞപ്പോൾ ആമി പറഞ്ഞു വീട്ടിലേക്ക് പോകാൻ പറഞ്ഞു. അങ്ങനെ അവിടുത്തെ ലൈറ്റിങ്ങൊക്കെ കണ്ട് ഞങ്ങൾ വീട്ടിലേക്ക് പോകണ സീനാണത്.
അപ്പോൾ നമ്മുടെ വ്ളോഗ് കഴിയാണ്. ടാറ്റ ബൈ ബൈ.